നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും നിരന്തരം കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നാലാം ഘട്ട വോട്ടെടുപ്പോടുകൂടിയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷാവും ഒക്കെ തലകുനിക്കേണ്ട അവസ്ഥയിലാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എന്നൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല ആളുകളോടും പറയാനുള്ള വളരെ വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിലൂടെ ദേശീയ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് നാലാം ഘട്ടം എത്തിയതോടുകൂടിയിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്ന്. അതേപോലെ തന്നെ നാലാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം പോളിംഗിന് ശേഷം വ്യക്തമായിട്ടുള്ള കണക്കുകൾ ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ഓർക്കണം, കേരളത്തിൽ CPM എങ്ങനെയാണ് ഒരു ഇലക്ഷന് ശേഷം വോട്ടെടുപ്പ് എത്രത്തോളം വോട്ടൊക്കെ ഉണ്ടാവുമെന്ന് കണക്കുകൾ എടുക്കാറുള്ളത്. അതൊരു ഏകദേശം കൃത്യതയോടുകൂടി തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ രീതി എന്ന് പറയുന്നത്. എന്നാൽ അവരെക്കാൾ ഒരു 10 മടങ്ങ് വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ബൂത്ത് തല കണക്കുകൾ പുറത്തു വിടാറുള്ളത്. അതേപോലെ തന്നെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൂത്ത് തല കണക്കുകൾ അനുസരിച്ച് ഈ നാലാം ഘട്ട വോട്ടെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് 96 സീറ്റുകളിൽ നടന്ന മത്സരത്തിൽ 75 സീറ്റും NDA പിടിക്കുമെന്നാണ് വളരെ വ്യക്തമായിട്ട് അവർ വിളിച്ചു പറയുന്നത്. അതേപോലെ തന്നെ 56 സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ജയിക്കുമെന്നും അവർ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ഓർക്കണം, അമിത്ഷാ ചാനലായ ചാനലുകളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് എണ്ണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കണക്കുകളും പറയുന്നത്. അതായത് ബംഗാളിൽ 30 സീറ്റോളം പിടിക്കുമെന്ന്, അതായത് 18 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ, അത് 12 സീറ്റ് കൂടി അധികരിപ്പിക്കുമെന്നാണ് വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം ബംഗാളിലെ സന്ദേശ് ഖാലി വിഷയമൊക്കെ എത്രത്തോളം ബംഗാളിൽ ചർച്ചയായിട്ടുണ്ട് എന്ന്. അതിന് ഏറ്റവും വലിയ തെളിവാണ് മലയാളിയായിട്ടുള്ള ഈ ബംഗാളിലെ ഗവർണർ ആനന്ദ് ബോസിനെതിരെ പോലും കള്ളപ്പരാതികളും കള്ളപ്രചരണങ്ങളും അവിടെ മമതാ സർക്കാർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ അവിടെ പാർട്ടിക്ക് സ്വാധീനം ചെലുത്താനായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് 30 സീറ്റ് എന്നാണ് അവർ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ ഇത്തവണത്തെ നാലാം ഘട്ട വോട്ടെടുപ്പിൽ NDA വളരെ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. 25 സീറ്റിൽ 19 സീറ്റും NDA പിടിക്കുമെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ തവണ NDAക്ക് അവിടെ 0 സീറ്റായിരുന്നു, ഇത്തവണ അവിടെ 19 സീറ്റോളം പിടിക്കുമെന്നാണ് പറയുന്നത്. അത് വെറുതെയുള്ള കണക്കുകളല്ല. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡും അതേപോലെ തന്നെ പവൻ കല്യാണും ഇവരൊക്കെ തന്നെ ഒരുമിച്ച്, നരേന്ദ്രമോദിയും, ഈ 3 പാർട്ടികളുമൊക്കെ ഒരുമിച്ച് നിന്ന് ശക്തമായിട്ടുള്ളൊരു മത്സരമാണ്. അതിന് വ്യക്തമായ റിസൾട്ടുകൾ 19ലേക്ക് എത്തുമെന്ന് തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും വിലയിരുത്തുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഉത്തർപ്രദേശിൽ 13 മണ്ഡലങ്ങളിലാണ് മത്സരം നടന്നിട്ടുള്ളത്. ആ ഒരു 13 മണ്ഡലങ്ങളിൽ 12 മണ്ഡലമേ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമെന്ന് അവർ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതിൽ അഖിലേഷ് യാദവിൻ്റെ മണ്ഡലം അവർ പരാജയപ്പെടുമെന്ന് തന്നെയാണ് കണക്കുകൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം, കഴിഞ്ഞ തവണ ഈ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അഖിലേഷ് യാദവിൻ്റെ ഭാര്യയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പരാജയപ്പെട്ടതായിരുന്നു 2019 ഇലക്ഷനിൽ ഈ ലോക്സഭാ മണ്ഡലത്തിൽ. എന്നാൽ ഈ ഒരു 2024 കണക്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് വെക്കുന്നത് അവിടെ അഖിലേഷ് യാദവ് വിജയിക്കാൻ തന്നെയാണ് സാധ്യത എന്ന്. അതായത് ഇത്രത്തോളം കൃത്യമായ കണക്കുകളാണ് ഭാരതീയ ജനതാ പാർട്ടി ബൂത്ത് തലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ BJP ജയിച്ച സീറ്റുകൾ തന്നെ തെലുങ്കാനയിൽ 17 സീറ്റോളം 17 സീറ്റിൽ 12 സീറ്റോളം പിടിക്കുമെന്നാണ് വ്യക്തമായിട്ട്
മുന്നോട്ട് വെക്കുന്നത്. മധ്യപ്രദേശ് ആണെങ്കിലും ജാർഖണ്ഡ് ആണെങ്കിലും ഒഡീഷയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഒക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്? 4ാം ഘട്ട വോട്ടെടുപ്പിൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന്. അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത്? കേരളത്തിൽ കുറച്ച് കൂടുതൽ ആളുകളുള്ളത് ഇടത് വലതു എല്ലാ ആളുകളും കാണാൻ സാധ്യത ഇത്തരം വാർത്ത കൊടുത്താലാണ്. അവർക്ക് വ്യൂവർഷിപ്പിന് അവരുടെ റേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സകല നിഷ്പക്ഷരായിട്ടുള്ള സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക, 4ാം ഘട്ട വോട്ടെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് NDA നരേന്ദ്രമോദിക്ക് ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആളുകള്, സകല ദേശീയ മാധ്യമങ്ങളും സകലരും ഒരേപോലെ രാജ്യത്തോട് വിളിച്ചു പറയുന്നത്. അതൊക്കെ തന്നെ വളച്ചൊടിച്ചുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ അത്തരം ഒരു ചർച്ച നടത്തുന്നുള്ളൂ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. രാജ്യത്ത് ഈ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ ഒന്നും ഒരു വാക്കും വെറുതെ പറയാറില്ല. അവർ 2014 അതേപോലെ തന്നെ 2019 ഏകദേശം 10 വർഷം വളരെ കൃത്യമായിട്ട് രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുന്നവർ പറയുന്ന വാക്കുകളൊക്കെ കൃത്യതയോടുകൂടി തന്നെയാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ പറയുന്നു, 4ാം ഘട്ടത്തിലും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നത്.